എല്ലാവർക്കും ജെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് മുറ്റത്തെ നമ്മുടെ പച്ചക്കറി തോട്ടം ഒക്കെ ഒന്നാണ്. ഈ മഴ കാരണം നമുക്ക് പച്ചക്കറി വെക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. വിത്തുകളൊക്കെ മഴയത്തൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. എന്നാലും നമുക്ക് ഇഷ്ടമുള്ളവർക്ക് പച്ചക്കറി വെക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ കൃഷിയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പയർ വെക്കാനായിട്ട് ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം പയർ മേടിച്ച് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് പാവി മുളപ്പിച്ച് കഴിഞ്ഞാൽ വേഗം മുളയ്ക്കുന്ന ഒരു ഇതാണ് പയർ. അപ്പോൾ നമുക്ക് ഇതുപോലെ പയർ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വള്ളി വീശി കഴിയുമ്പോഴാണ് നമ്മൾ അതിന് വള്ളി കെട്ടിക്കൊടുത്ത് നെറ്റ് കെട്ടി കൊടുക്കണം, അല്ലെങ്കിൽ പന്തലിട്ട് കൊടുക്കണം. ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് വേണം നമുക്ക് ഈ പയറിൻ്റെ വള്ളി കയറ്റാനായിട്ട്. കുറ്റിപ്പയറാണെങ്കിൽ അത് വേണ്ട, വള്ളിപ്പയറാണെങ്കിൽ നമ്മളിതുപോലെ വള്ളിയൊക്കെ കയറ്റി കൊടുക്കണം. പിന്നെ ഇതിന് വളമാണെങ്കിൽ ചാണകപ്പൊടി, അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ചാരം ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ കടക്കിൽ ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ വളർത്തുന്ന ഒരു പച്ചക്കറി വിത്തും മുളപ്പിക്കാനും എളുപ്പത്തിലുള്ളതാണ് പയർ. ഇതിപ്പോൾ ഇവിടെ മഴയായതിനാൽ ഇത് വള്ളി കെട്ടി കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് ചീര നടാട്ടോ. ചീര എളുപ്പമാണ്. പിന്നെ വെണ്ട, മുളക്, ഇഞ്ചി, വഴുതന, ഇതൊക്കെ എളുപ്പത്തിൽ ആദ്യമായിട്ട് പച്ചക്കറി നടുന്നവർക്ക് ചെയ്യാവുന്ന കൃഷികളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതുപോലെ പന്തലിട്ട് കൊടുക്കണം. പയറൊക്കെ ആകുമ്പോൾ പന്തലിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് പയർ കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ചാര ഇട്ട് കൊടുക്കുകയാണ്. ഈ മഴയായതുകൊണ്ട് ചാര ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്യൂഡോമോണസ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുമ്മായം കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നത്തെ നമ്മൾ ഇഞ്ചിയാണ്. ഇപ്പോൾ നമുക്ക് ഇഞ്ചി മുളപ്പിക്കണമെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്ന ഇഞ്ചി ആയാലും മതി, അല്ലെങ്കിൽ നാടൻ ഇഞ്ചി കിട്ടും. 2 തരം ഇഞ്ചിയുണ്ട്. അപ്പോൾ ഇഞ്ചി നമുക്ക് ഇതുപോലെ മുളപ്പിച്ചിട്ട് നട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ മുളപ്പിച്ച ഇഞ്ചിയാണ്. ഇത് നല്ല കരുത്തോടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇലയൊക്കെ നല്ല കരുത്താണ്. പിന്നെ ഈ മഴക്കാലം ആകുമ്പോൾ ഇലയ്ക്കൊക്കെ ഒരു മഞ്ഞപ്പ് വരും, ചീച്ചൽ പോലെ. അപ്പോൾ നമ്മൾ ചാരം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ സൂഡോമോണസ് ഇട്ട് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ചാരം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചിക്ക് ചാണം കലക്കി ഒഴിക്കാം. പിന്നെ 8-10 മാസം ആകുമ്പോഴേക്കും ഈ ഇഞ്ചിയൊക്കെ നമുക്ക് പറിക്കാറാവും. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഒരു മഞ്ഞപ്പ് വന്ന് ഉണങ്ങി വരും. അപ്പോൾ നമുക്കത് പറിക്കാം. നന്നായിട്ട് ഇഞ്ചി കിട്ടും കേട്ടോ. പിന്നെ ജീവാമൃതം ഇടയ്ക്ക് മാസത്തിലൊക്കെ കലക്കി ഒഴിക്കാം. പിന്നെ വേപ്പില ഉണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ചു കൊടുക്കുന്നതും നല്ലതായിരിക്കും. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് മുളക്. എപ്പോഴും നമുക്ക് മുളകും വഴുതനയാണ് ഏറ്റവും എളുപ്പവും. നമുക്ക് മുളക് കിട്ടും. ഈ മഴക്കാലമാകുമ്പോൾ മുളക് ഇഷ്ടം പോലെ ഉണ്ടാവും. ആകുമ്പോൾ കേടുകളൊക്കെ കുറയും. വെള്ളീച്ച, അതുപോലെ കേടുകൾ കുറയുന്നത് ഈ മഴക്കാലത്താണ്. ഇഷ്ടം പോലെ മുളകും ഉണ്ടായി കിട്ടും നമുക്ക്. അതിനും നമുക്ക് ചാണപ്പൊടിയും അതുപോലെ വേപ്പും പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ചാരം ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പോൾ കാന്താരി മുളക് ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. കാന്താരി മുളകൊക്കെ ഇപ്രാവശ്യം ഈ മഴയത്ത് നന്നായി. വേനൽക്കാലം ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. മുളകുമ്പോൾ വെള്ളീച്ച വരും, അതുപോലെ കേടുകൾ കൂടുതലാണ് വേനൽക്കാലത്ത്. ഇത് പിന്നെ നമ്മുടെ അടുക്കളയുടെ അടുത്ത് തന്നെയാണ് ഈ തോട്ടം. അപ്പോൾ മുളകും വഴുതനയും ഒക്കെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടിക്കാനും എളുപ്പവുമാണ് കേട്ടോ. പിന്നെ വഴുതന തൈ ഇത് ഇപ്പോൾ ഭാവി മുളപ്പിച്ച് വെച്ചേക്കണതാണ്. അത് മഴയൊക്കെ മാറുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ട് തൈകൾ വെച്ച് പിടിപ്പിക്കുന്നതാണ്. അത് നമുക്ക് ഭാവി മുളപ്പിച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് നമ്മുടെ കോവലത്തിൻ്റെ തണ്ടുകളാണ്. അതൊക്കെ മുളപ്പിക്കാൻ വെച്ചിരിക്കുന്നതാണ്. കോവലത്തണ്ടൊക്കെ ഇപ്പോൾ വെട്ടി വെച്ചാൽ വേഗം വേര് വരികയും മുളയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വേനൽക്കാലം ആകുമ്പോഴേക്കും വെച്ച് പന്തലിട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ മഞ്ഞളാണ് കേട്ടോ. മഞ്ഞൾ പൊടി ഉണ്ടാക്കാനായിട്ട് മഞ്ഞൾ വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇനി പുല്ലൊക്കെ ആയി തുടങ്ങി. ഇപ്പോൾ ഈ മഴ കാരണം പുല്ലൊക്കെ നിറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഈ മഴ കഴിയുന്നതോടുകൂടി ഈ പുല്ലൊക്കെ വലിച്ചു കളഞ്ഞ് ഇതിന് വളമിട്ട് ചാണപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എല്ലുപൊടിയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്ത് മണ്ണ് ഇട്ട് കൊടുക്കണം. ഈ ഇഞ്ചിക്കും മഞ്ഞളിനൊക്കെ എപ്പോഴും മണ്ണ് കയറ്റി കൊടുത്ത് മണ്ണ് നന്നായി കടക്കിണ്ടായാലാണ് നന്നായിട്ട് ഉണ്ടാവുകയുള്ളൂ. പിന്നെ നമ്മുടെ വഴുതന ഏറ്റവും നല്ലതാണ്. നമുക്ക് എപ്പോഴും വഴുതന കിട്ടും. വേനൽക്കാലത്തും വർഷക്കാലത്തും ഒക്കെ വഴുതന നമുക്ക് കിട്ടും. അതിനധികം വളവും വേണ്ട കേട്ടോ. കുറച്ച് വളം ഇട്ട് കൊടുത്താലും മതി. വഴുതന ഉണ്ടായി കിട്ടുന്ന ഒരു പച്ചക്കറിയാണ്. അത് നമുക്ക് ഫ്രൈ ചെയ്യാനും അതുപോലെ ഉപ്പേരി വയ്ക്കാനൊക്കെ നല്ലതാണ് വഴുതന. പിന്നെ നമ്മുടെ പപ്പായ ഞാനിത് ചെരിച്ച് വെച്ച് കാണിച്ചിരുന്നു മുമ്പൊരു ഷോർട്സിൽ ചെരിച്ച് വെച്ചതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് വലുതായതാണ് ഈ പപ്പായ. ഇത് അധികം ഉയരം പോയില്ല എങ്ങനെ വെച്ച് കൊടുത്താൽ. ഇനി നമുക്ക് നമ്മുടെ ഒരു ഇഞ്ചി മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു.
ഈ മണ്ണൊക്കെ മഴ പെയ്തപ്പോഴേ മണ്ണൊക്കെ അങ്ങനെ വെള്ളമൊക്കെ ഒലിച്ച് ഇഞ്ചി മറിഞ്ഞു. അപ്പോൾ നമുക്ക് അതൊന്ന് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് നമ്മുടെ കാട്ടൺ ബോക്സിൻ്റെ ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മണ്ണും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മഴയായ കാരണം മണ്ണൊക്കെ കുഴഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇഞ്ചി തൈ വെച്ച് കൊടുക്കുകയാണ്. കണ്ട, ഇഞ്ചി മറിഞ്ഞൊരു ഇഞ്ചിക്കാണ്, പക്ഷെ അതിൻ്റെ കടയ്ക്കൊക്കെ ഇഞ്ചി വന്നു തുടങ്ങി. അപ്പോൾ നമുക്കത് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി, കേടൊന്നും വരത്തില്ല. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത് മണ്ണൊക്കെ തിരിശ കയറ്റി കൊടുത്ത് വളമിട്ട് കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും ഇഷ്ടം പോലെ ഇഞ്ചി നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കിയാൽ മതി. ഇഞ്ചി മുളപ്പിച്ച ഇഞ്ചി ആയാലും ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് അടുക്കള തോട്ടമായിട്ട് നമുക്ക് നമ്മുടെ അടുക്കളയുടെ അടുത്ത് തന്നെയായിട്ട് ഇതുപോലെ ബക്കറ്റിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇപ്പം ന്യൂസ് പേപ്പറാണ് വെക്കുന്നത്. പിന്നെ ചീച്ച് വെച്ചിട്ടുള്ള ശീമക്കൊന്നയുടെ ഇലയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഇലയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മണ്ണിട്ട് കൊടുക്കുക. മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യുന്നത് ചിരട്ടയാണ് കേട്ടോ. ചിരട്ട മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം വേഗം വാർന്നു പൊക്കോളും. അപ്പോൾ ചിരട്ട മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാം ജൈവവളം തന്നെയാണ് ചെയ്യുന്നത്. വീട്ടിലുള്ള വളങ്ങളൊക്കെ ചാണകവും വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും ജീവാമൃതം അതുപോലെ ഒക്കെയാണ് കൊടുക്കുന്നത്. കേടുണ്ടെങ്കിൽ വേപ്പെണ്ണ മിശ്രിതം, വെളുത്തുള്ളി മിശ്രിതം ഇതൊക്കെയാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇഞ്ചി വെച്ച് കൊടുത്താൽ മതി. പിന്നെ വേണ്ട, ഇതിൻ്റെ കടയ്ക്ക് ചിരട്ട ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചിരട്ട വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതും വെച്ച് കൊടുത്താൽ വെള്ളമൊക്കെ വേഗം പോവും. പിന്നെ നമുക്ക് വെക്കാവുന്ന എളുപ്പത്തിലുള്ളതാണ് വേപ്പിൻ്റെ ഇല. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ ഇഞ്ചി, വേപ്പിൻ്റെ ഇല, മുളക്, ഇതിപ്പോൾ ചേനയാണ് കേട്ടോ. ചേനയും ചേമ്പും നമ്മൾ ചാക്കിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് അത്യാവശ്യത്തിന് ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് പറിച്ചെടുക്കാം. മണ്ണിൽ വെക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ ചേമ്പാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്, ചേനയും. അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്തോളൂ.